കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 41ആയി. മരിച്ചവരിൽ 2 മലയാളികളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ അംബാസിഡർ അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്ത് സന്ദർശനം നടത്തി. വിവരങ്ങളുമായി നമിത ചേരുന്നുണ്ട്. നമിത, മണിക്കൂറുകൾ കടക്കുന്തോറും മരണസംഖ്യ ഉയരുന്നുണ്ട്. അതേസമയം മരിച്ചവരിൽ 2 മലയാളികളുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഹരിത, കുവൈത്തിലെ മംഗീഫ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ 41 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 മലയാളികൾ ഉൾപ്പെട്ടതായുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. 50-ലധികം പേരാണ് നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 30ഓളം ഇന്ത്യക്കാരാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായെന്ന്. തൊഴിലാളി ക്യാമ്പുകൾ, നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഈ മലയാളിയുടെ ഉടമസ്ഥതയുള്ള NBTC എന്ന കമ്പനിയിലെ ജീവനക്കാർ, തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത് കണ്ട് ആളുകൾ ജനൽ വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പുക ശ്വസിച്ചും ജനൽ വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ പരിക്കേറ്റവരെ കാണാൻ ഇന്ത്യൻ എംബസിയിലെ അംബാസിഡർമാർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും അംബാസിഡർമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമം വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായത്. അതുപോലെ തന്നെ കുവൈറ്റിലെ ഉപ പ്രധാനമന്ത്രി തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കണക്കിലധികം തൊഴിലാളികളെ, വളരെ കൂടുതൽ തൊഴിലാളികളെ ആ കെട്ടിടത്തിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹരിത, ശരി, വിശദാംശങ്ങൾ നൽകിയത് നമിത. സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. സർക്കാർ യാക്കോബായ വിഭാഗത്തെ പീഡിപ്പിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു. 6 പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് പക്ഷം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിമർശനം. കോടതി വിധി നടപ്പാക്കാൻ ഒരു നടപടിയും എടുത്തില്ലെന്നും മാത്രമല്ല, ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും